നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരേ. മഹാഭാരതം കഥകളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവരെയും വളരെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഞാൻ റിജു രാമൻ. മഹാഭാരതത്തിലെ മൂന്നാമത്തെ അധ്യായമായിട്ടുള്ള വനപർവ്വത്തിലെ ഉപാധ്യായമായിട്ടുള്ള മാർക്കണ്ഡേയ സമസ്യാപർവം എന്ന് പറയുന്ന ഭാഗത്തെ കഥകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ മാർക്കണ്ഡേയ മഹർഷി യുധിഷ്ഠിരനോട് പല ചരിത്രങ്ങളും കഥകളും പറയുന്നതാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മൾ സ്കന്ദൻ്റെ ജനനത്തെക്കുറിച്ചിട്ട് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കഥയാണ് കേട്ടത്. അത് വിശദമായിട്ട് കേൾക്കണമെന്നുള്ളവരെ കഴിഞ്ഞ ഒരു വീഡിയോ കേൾക്കണം. അപ്പം ഇതുവരെ കേട്ടിട്ടില്ലാത്ത രീതിയിലാണ് കഥ അവതരിപ്പിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ഭാഗങ്ങൾ വളരെ സങ്കീർണമാണ്. വായിച്ച് മനസ്സിലാക്കാൻ വളരെയധികം ബുദ്ധിമുട്ട് തോന്നുന്ന പല ഭാഗങ്ങളും ഇതിലുണ്ട്. പല കാര്യങ്ങളും തമ്മിൽ ബന്ധപ്പെടുത്താൻ തന്നെ പലപ്പോഴും ബുദ്ധിമുട്ട് തോന്നുന്ന രീതിയിലാണ് ഇതിൻ്റെ അകത്തെ ഒരു ആഖ്യാന ശൈലി വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നിന്ന് അതിൻ്റെ ഒരു സാരാംശം വായിച്ച് മനസ്സിലാക്കുക എന്ന് പറയുന്നത് ശരിക്കും പറയുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു ബുദ്ധിവ്യായാമമാണെന്ന് പറയാം. വളരെയധികം ചിന്തിച്ചാൽ ഒരു സെൻറ്റൻസ് ഒക്കെ വിട്ടുപോയാൽ തന്നെ നമുക്ക് പൂർണ്ണമായിട്ടും എന്താണ് ഉദ്ദേശിച്ചതെന്ന് വിട്ടുപോകുന്ന രീതിയിലാണ് കാര്യങ്ങൾ. അപ്പം സ്കന്ദൻ ജനിച്ചത് എങ്ങനെയാണെന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു. അപ്പം അങ്ങനെ വളരെ അത്ഭുതകരമായിട്ടുള്ള രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതുവരെ കാണാത്ത അഗ്നിയെ സ്കന്ദൻ്റെ അച്ഛനായിട്ടും അതോടൊപ്പം തന്നെ സപ്തർഷിമാരുടെ ഭാര്യമാരുടെ രൂപത്തിൽ സ്വാഹ എന്ന് പറയുന്ന ഒരു ദേവത വന്നിട്ട് അഗ്നിയെ 6 പ്രാവശ്യം ഈ 6 സപ്തർഷിമാരിലെ വസിഷ്ഠൻ്റെ പത്നിയായിട്ടുള്ള അരുന്ധതി ഒഴിച്ച് ബാക്കി എല്ലാവരുടെയും പേരിൽ വന്ന് പ്രാപിക്കുകയും ആ രേതസ്സെല്ലാം കൂടി ഒരു ഹോമകുണ്ഡത്തിൽ കൊണ്ടുവന്നിടുകയും അതിനെ ഈ സ്വാഹ എന്ന് പറയുന്ന ആ ദേവത തന്നെ തൻ്റെ തപശക്തി കൊണ്ട് എല്ലാത്തിനെയും കൂടെ ഒന്നിപ്പിക്കുകയും അതിൽ നിന്നൊരു അത്ഭുത ശിശു ഉണ്ടായി വന്നതുമായിട്ടാണ് പറയപ്പെടുന്നത്. പിന്നീട് ഇതിൻ്റെ കഥയുടെ ഭാഗങ്ങളൊക്കെ മാറി മാറി വരുന്നുണ്ട്. അതിലേക്ക് നമുക്കിന്ന് കിടക്കാം. അപ്പം ഈ ഉണ്ടായി വന്ന ശിശു ഒരു അത്ഭുത ശിശുവായിട്ടാണ് കാണപ്പെട്ടത്. അതിന് 6 തലയുണ്ടായിരുന്നു. 6 രേതസ്സുകളിൽ നിന്നും വന്നത് കാരണം 6 തലകളും 12 കൈകളും അതോടൊപ്പം തന്നെ ഓരോ തലയ്ക്കും ഈ 2 കണ്ണുകളും ഈ 2 ചെവിയും വെച്ച് 12 കണ്ണുകളും 12 ചെവികളും ഒക്കെയുള്ള ഒരു രൂപമായിരുന്നു. അതോടൊപ്പം തന്നെ ദൃഢമായിട്ടുള്ള ഒരു ശരീരവുമായിരുന്നു. അപ്പോൾ ഈ രൂപം ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു രൂപം 3 ലോകത്തുമുള്ളവർ കാണുന്നത്. ഈ കുട്ടിയുണ്ടായ സമയത്ത് വ്യാസഭഗവാന് ഈ കുട്ടിയുണ്ടായ സമയത്ത് തിഥികളുടെ പ്രാധാന്യത്തെക്കുറിച്ചിട്ട് പറയുന്നുണ്ട്. ദ്വിതീയ തിഥിയിലാണ് കുട്ടിയുടെ രൂപം തെളിഞ്ഞു വന്നത്. തൃതീയ തിഥിയിൽ കുട്ടിയുടെ രൂപങ്ങളെല്ലാം കൂടെ ചേർന്നിട്ട് അത് ഒറ്റ ഉടലും 12 തലകളുമുള്ള ശരീരമായിട്ട് മാറിയെന്നാണ്. ആ കുട്ടി ആ ശരീരമായി മാറിയ ഉടനെ തന്നെ, അതായത് 2ാമത്തെ ദിവസം തന്നെ കുട്ടി അവിടെ ഉണ്ടായിരുന്ന ശിവഭഗവാനാൽ നിർമ്മിതമായിട്ടുള്ള ഉഗ്രമായിട്ടുള്ള വില്ല് കൈകളിലെടുത്തു അതിശക്തമായിട്ടൊന്ന് അലറിയെന്നാണ്. ആ അലർച്ച കേട്ടിട്ട് ഈ 3 ലോകത്തുമുള്ള ആൾക്കാർ മുഴുവനും അതിഭയങ്കരമായിട്ട് ഭയന്നുപോയി. ഈ ശബ്ദം കേട്ടിട്ട് നാഗലോകത്തു നിന്നും മഹാനാഗങ്ങളായിട്ടുള്ള ചിത്രനും ഐരാവതനും അവിടെ എത്തിച്ചേർന്നു. മഹാശക്തിമാന്മാരായിട്ടുള്ള നാഗങ്ങളായിരുന്നു ഇവർ 2 പേരും. അപ്പം ഈ കുട്ടി 2 കൈകൾ കൊണ്ടും ഈ 2 നാഗങ്ങളെയും എടുത്ത് ഉയർത്തി. അതിനുശേഷം ഒരു കയ്യിൽ വേലും പിടിച്ചു. അതിനുശേഷം വേറൊരു കൈ കൊണ്ട് കുക്കുടത്തെ പിടിച്ചു എന്നാണ് ഇതിനെ പറയുന്നത്. കുക്കുടം എന്ന് പറഞ്ഞാൽ കോഴിയാണ്. ഞാൻ വിചാരിക്കുന്നത് മയിലിനെ പിടിച്ചു, മയിലിനെയാണ് വാഹനമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ കുക്കുടത്തെ പിടിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ബാക്കിയുള്ള 2 കൈകൾ കൊണ്ട് ഉത്തമമായിട്ടുള്ള ശംഖം എടുത്തിട്ട് ലോകം മുഴുവനും നടുങ്ങുമാറായി അവൻ ശംഖം പിടിച്ചു എന്നാണ്. തൻ്റെ വെറുതെ ഉണ്ടായിരുന്ന 2 കൈകൾ കൊണ്ട് അവൻ മേഘങ്ങളിലൊക്കെ ശക്തിയായിട്ടടിച്ചു. അപ്പോൾ ലോകങ്ങളെല്ലാം ശക്തമായിട്ട് വിറകൊണ്ടുവന്നു. അതുല്യ തേജസ്സോട് കൂടിയിട്ടുള്ള അവൻ 6 മുഖങ്ങൾ കൊണ്ട് എല്ലാ ദിശകളിലേക്കും നോക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. ആ കുട്ടി ആദ്യമായിട്ടാണ് ആ ലോകം കാണുന്നത്. അങ്ങനെ ആ കാഴ്ചകളൊക്കെ കണ്ടിട്ട് അവൻ വീണ്ടും ശക്തമായിട്ട് അലറാൻ വേണ്ടിയിട്ട് തുടങ്ങി. അവൻ്റെ ആ ശബ്ദം കേട്ടിട്ട് പലരും ബോധം കെട്ട് വീണു. പലരും അഭയം പ്രാപിച്ച് അവൻ്റെ കാൽക്കൽ വന്ന് വീണ് നമസ്കരിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. ആ സമയത്ത് അവൻ വില്ലും അമ്പും എടുത്തിട്ട് ശക്തമായിട്ടുള്ള ശരങ്ങൾ ഹിമവാന്റെ പുത്രനായിട്ടുള്ള ക്രൗഞ്ച പർവ്വതത്തിന് നേരെ എയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി. ആ പർവ്വതത്തെ അവൻ നിഷ്കരണം തകർത്ത് കളഞ്ഞു. ആ വഴിയാണ് ഹംസങ്ങളും കഴുകന്മാരുമൊക്കെ ഹിമാലയത്തിലേക്ക് പ്രവേശിച്ചുകൊണ്ടിരുന്നത്. വലിയ ആർത്തനാദത്തോടു കൂടിയിട്ട് ആ പർവ്വതം തകർന്നു വീഴുന്ന കണ്ടിട്ട് ഹിമവാൻ പേടിച്ച് വിറയ്ക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. ഈ കാഴ്ച കണ്ടിട്ട് മഹാബലവാനായിട്ടുള്ള ഷൺമുഖൻ ഒരിക്കൽ കൂടി വേലെടുത്തുകൊണ്ട് അലറി. അതിനുശേഷം ആ വേല് ഹിമവാന്റെ മേലെ വീണ്ടും പ്രയോഗിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. ആ വേലിൻ്റെ പ്രഹരമേറ്റ് ശ്വേതഗിരി എന്ന് പറയുന്ന പർവ്വതം അത് 2ആയിട്ട് പിളർന്നു പോയി. ഉടനെ തന്നെ ഹിമവാൻ ചെന്നിട്ട് ഗുഹൻ്റെ അടുത്ത് നിന്നിട്ട് സുബ്രഹ്മണ്യൻ്റെ അടുത്ത് നിന്നിട്ട് അഭയം പ്രാപിച്ചു. അങ്ങനെ അഭയം പ്രാപിച്ച ഹിമവാനെ സുബ്രഹ്മണ്യൻ അഭയം കൊടുത്തു എന്നാണ്. ഇത് സേനാപതി ആവാൻ വേണ്ടിയിട്ട് പോകുന്ന ആ ബാലകൻ്റെ ശക്തി പ്രകടനമായിട്ടാണ് വ്യാസഭഗവാൻ ഇവിടെ എഴുതിയിട്ടുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മാർക്കണ്ഡേയ മഹർഷി കഥ തുടരുകയാണ്. ഈ അറുമുഖനായിട്ടുള്ള സ്കന്ദൻ ജനിച്ച സമയത്ത് ലോകത്തെങ്ങും പല രീതിയിലുള്ള ബഹളങ്ങളും ഉണ്ടാകാൻ വേണ്ടിയിട്ട് തുടങ്ങി. ഇത് കണ്ടിട്ട് ആൾക്കാരെല്ലാവരും സപ്തർഷിമാരുടെ ഭാര്യമാരെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് തുടങ്ങി. അവർ അഗ്നിയുമായിട്ട് സംഗമിച്ചു. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സൃഷ്ടി ഉണ്ടായതും ലോകത്തിൽ
ഈ ബഹളങ്ങളൊക്കെ ഉണ്ടാകുന്നതെന്നും അവർ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് തുടങ്ങി. സപ്തർഷിമാരിലെ വസിഷ്ഠനെ ഒഴിച്ച് ബാക്കി എല്ലാവരും തങ്ങളുടെ ഭാര്യമാരെ അവരുടെ ആശ്രമത്തിൽ നിന്നും പുറത്താക്കി. നാട്ടുകാരുടെ അപവാദം ഭയന്നിട്ടാണ് അവരങ്ങനെ ചെയ്തത്. ആ ഭാര്യമാരൊക്കെ കിടന്ന് തങ്ങളൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ടും ഈ സപ്തർഷിമാരിലെ വസിഷ്ഠനെ ഒഴിച്ച് ബാക്കി എല്ലാവരും അവരുടെ ഭാര്യമാരെ തിരിച്ച് തങ്ങളുടെ ആശ്രമത്തിലേക്ക് കയറ്റാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ടുണ്ടായിരുന്നില്ല. അവർ പല രീതിയിലും തങ്ങളുടെ ഭർത്താക്കന്മാരെ പറഞ്ഞ് സമ്മതിക്കാൻ ശ്രമിച്ചെങ്കിലും സ്വാഹയുടെ ഒരു മാന്ത്രിക പ്രയോഗത്തിൽ ജനങ്ങളെല്ലാവരും വീണ്ടുപോയത് കൊണ്ട് ഈ സ്ത്രീകൾ തന്നെയാണ് പോയതെന്നുള്ള കാര്യം വനവാസികളായിട്ടുള്ള ആൾക്കാരൊക്കെ സാക്ഷി പറയാൻ വേണ്ടിയിട്ട് തുടങ്ങി. അത് കാരണം ഈ ബ്രാഹ്മണര് സപ്തർഷികൾ അവരുടെ ഭാര്യമാരെ തങ്ങളുടെ ആശ്രമത്തിലേക്ക് കയറ്റാൻ വേണ്ടിയിട്ട് തയ്യാറായില്ല. ആ സമയത്ത് സ്വാഹ ഈ സപ്തർഷിമാരിലെ അടുത്ത് ചെന്നിട്ട് അവരോട് പറഞ്ഞു, നിങ്ങളുടെ ഭാര്യമാർക്ക് യാതൊരു പങ്കുമില്ല, ഞാൻ വേഷം മാറിയിട്ടാണ് ഇവിടെ പോയതെന്ന് പറഞ്ഞു. പക്ഷേ ഇത് കേട്ടിട്ടും ആ ബ്രാഹ്മണര് ജനങ്ങളുടെ അപവാദത്തെ ഭയന്നിട്ട് തങ്ങളുടെ ഭാര്യമാരെ തിരികെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് തയ്യാറായില്ല. വിശ്വാമിത്ര മഹർഷി പക്ഷേ ആ സമയത്ത് സുബ്രഹ്മണ്യൻ ഉണ്ടായ സ്ഥലത്തേക്ക് അദ്ദേഹം എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. അവിടെ എത്തിയതിനു ശേഷം സുബ്രഹ്മണ്യന് ആവശ്യമായിട്ടുള്ള എല്ലാ പൂജകളും അദ്ദേഹം ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. അദ്ദേഹം വളരെ അത്ഭുതകരമായിട്ടുള്ള പല പൂജാകർമ്മങ്ങളും സുബ്രഹ്മണ്യന് വേണ്ടിയിട്ട് ചെയ്തു കൊടുത്തു. ആ കുട്ടിക്ക് വേണ്ട കർമ്മക്രിയകളെല്ലാം വിശ്വാമിത്ര മഹർഷി ചെയ്തു കൊടുത്തു. അങ്ങനെ വിശ്വാമിത്ര മഹർഷി ആ മഹാസേനന് വളരെ പ്രിയപ്പെട്ട ആളായിട്ട് മാറി. ഷൺമുഖ മഹാത്മ്യവും കുക്കുട സിദ്ധിയും ശക്തിദേവിയുടെ സിദ്ധി മുതലായ കൃതികളെല്ലാം ആ സമയത്ത് വിശ്വാമിത്രൻ ഷൺമുഖന് വേണ്ടിയിട്ട് രചിച്ച് ഷൺമുഖനെ സന്തുഷ്ടനാക്കി. സ്വാഹയുടെ വേഷം മാറ്റലെ കുറിച്ചിട്ടും വിശ്വാമിത്രൻ മനസ്സിലായി. വിശ്വാമിത്രൻ ചെന്നിട്ട് സപ്തർഷികളിലെ വസിഷ്ഠനെ വെച്ച് ബാക്കിയുള്ളവരോടൊക്കെ സ്വാഹയാണ് വേഷം മാറി വന്നതെന്നുള്ള കാര്യം പറഞ്ഞു. എങ്കിലും അവരാരും തന്നെ ഈ ജനങ്ങളുടെ അപവാദത്തെ ഭയന്നിട്ട് തങ്ങളുടെ ഭാര്യമാരെ തിരിച്ച് സ്വീകരിക്കാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ടുണ്ടായിരുന്നില്ല. സ്കന്ദന്റെ ജനനവും അവൻ്റെ വീര്യവും ഒക്കെ കേട്ടിട്ട് ദേവകൾ ചെന്നിട്ട് ഇന്ദ്രനോട് പറഞ്ഞു, അങ്ങയെ തോൽപ്പിക്കാൻ ശക്തിയുള്ള ഒരാൾ അവിടെ ജനിച്ചിട്ടുണ്ട്. അങ്ങ് അവനെ ഇപ്പോൾ യുദ്ധത്തിൽ വധിച്ചില്ലെങ്കിൽ അങ്ങയുടെ ഇന്ദ്രപദം നഷ്ടപ്പെടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇത് കേട്ടിട്ട് സ്കന്ദനെ കുറിച്ചിട്ട് അറിഞ്ഞുള്ള ദേവേന്ദ്രൻ അവൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ അവൻ ഇന്ദ്രപദവി എടുത്തോട്ടെ, എനിക്ക് അവനുമായിട്ട് യുദ്ധം ചെയ്യണമെന്ന് യാതൊരു താല്പര്യവുമില്ല. അപ്പോൾ ദേവകളെ സമ്മതിച്ചില്ല. അവർ പറഞ്ഞു, ഇതുപോലെ ശക്തിയുള്ള ഒരാൾ ദേവകളുടെ നേതാവായിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ അവന് ഒരിക്കലും അങ്ങേക്ക് ആ ഇന്ദ്രപദവി തിരിച്ചു കിട്ടുമെന്ന് അങ്ങ് വിചാരിക്കുകയേ വേണ്ട. അതുകൊണ്ട് ഉടനെ തന്നെ അവൻ്റെ അടുത്ത് പോയി യുദ്ധം ചെയ്യണമെന്ന് പറഞ്ഞ് ദേവേന്ദ്രനെ അവരെ പ്രേരിപ്പിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. അവസാനം ദേവകളുടെ ആ പ്രേരണ സഹിക്കാൻ വയ്യാതെ ഇന്ദ്രൻ വലിയൊരു ദേവസൈന്യവും ഒത്തിട്ട് ഈ സ്കന്ദന് നേരെ യുദ്ധത്തിനായിട്ട് പുറപ്പെട്ടു. ഈ കഥയൊക്കെ സത്യം പറയുകയാണെങ്കിൽ ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ഇങ്ങനെ ദേവന്മാർ തന്നെ സ്കന്ദനെതിരെ യുദ്ധത്തിന് പോകുന്നതായിട്ടുള്ള കഥയൊക്കെ. ഇന്ദ്രൻ യുദ്ധത്തിന് പോകാൻ വേണ്ടിയിട്ട് മടി പറഞ്ഞ് നിൽക്കുന്ന സമയത്ത് ദേവകളെല്ലാം കൂടെ ദേവമാതാക്കളായിട്ടുള്ള സപ്തർഷിമാരുടെ ഭാര്യമാരുടെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ചെന്നിട്ട് ആ കുട്ടിയെ കൊന്നുകളയണം എന്ന് പറഞ്ഞു. അവിടെ ചെന്നിട്ട് അവരെ കുട്ടിയെ കണ്ടു കഴിഞ്ഞപ്പോൾ അവരുടെ മാതൃഭാവം ഉണരുകയും അവരെല്ലാവരും കൂടെ ചേർന്നിട്ട് സ്കന്ദനോട് നീ ഞങ്ങളുടെ മകനാകണം എന്ന് പറഞ്ഞു. അങ്ങനെ ആ കുട്ടി വീണ്ടും ശൈശവത്തിലേക്ക് തിരിച്ചൊരു കുഞ്ഞായിട്ട് വരികയും അവരെ ഈ മാതാക്കൾ ഇവരെ മാറി മാറി മുലയൂട്ടുകയും ചെയ്തു. അങ്ങനെ അവർ ഈ കുട്ടിയുടെ മാതൃസ്ഥാനത്തേക്ക് എത്തിച്ചേർന്നു. ആ സ്വാഹയാണ് യഥാർത്ഥത്തിൽ ആ അഗ്നിയുമായിട്ട് ബന്ധപ്പെട്ടതെങ്കിലും സ്വാഹയുടെ ഗർഭത്തിൽ നിന്നല്ല കുട്ടി ഉണ്ടായത്, അഗ്നികുണ്ഡത്തിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ അതിനെ സ്വാഹയുടെ മകനാണെന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല. പക്ഷേ സ്വാഹയും ചെന്നിട്ട് സ്കന്ദനോട് പറയുന്നുണ്ട്, ഞാൻ നിന്റെ മാതാവാണെന്നുള്ള കാര്യം പറയുന്നുണ്ട്. ആരൊക്കെയാണോ മാതാവാണെന്ന് പറയുന്നത് അക്കാര്യങ്ങളെല്ലാം സ്കന്ദ ഭഗവാൻ വളരെ വാത്സല്യപൂർവ്വം അംഗീകരിച്ചു കൊടുക്കുന്നുണ്ട്. ദേവന്മാരുടെ നിർബന്ധം മൂലം ദേവേന്ദ്രൻ അങ്ങനെ തൻ്റെ വലിയ പടയോട് കൂടിയിട്ട് ഐരാവതത്തിൻ്റെ പുറത്ത് കയറി വജ്രയുധവുമായിട്ട് സ്കന്ദനെ വധിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ട് അവിടേക്ക് തിരിച്ചു. അപ്പം ദേവസൈന്യം തൻ്റെ നേരെ വരുന്ന കണ്ട സമയത്ത് ശൈശവ രൂപത്തിലുണ്ടായിരുന്ന സ്കന്ദൻ തൻ്റെ യഥാർത്ഥത്തിലുള്ള രൂപത്തിലേക്ക് മാറുകയും തൻ്റെ ആയുധ വേലും അമ്പമ്പിലും ഒക്കെ കയ്യിലെടുത്തിട്ട് അതിശക്തമായിട്ടുള്ള രീതിയിൽ ആ ദേവന്മാരെ നോക്കിയിട്ട് അലറുകയും ചെയ്തു. ആ അലർച്ചയുടെ നാദം കേട്ടിട്ട് ദേവന്മാരിൽ കുറേ പേര് തിരിഞ്ഞോടി, കുറേ പേര് ബോധം കെട്ടു വീണു, കുറേ പേര് രക്ഷ പ്രാപിക്കാൻ വേണ്ടിയിട്ട് സ്കന്ദൻ്റെ അടുത്തേക്ക് തന്നെ പാഞ്ഞു. അപ്പോൾ തൻ്റെ ദേവസൈന്യം സ്കന്ദൻ്റെ ഒരു അലർച്ച കൊണ്ട് തന്നെ ഛിന്ന ഭിന്നമായത് കണ്ടിട്ട് ദേവേന്ദ്രൻ അതിഭയങ്കരമായിട്ടുള്ള കോപമുണ്ടായി. ദേവേന്ദ്രൻ അതിശക്തമായിട്ടുള്ള വജ്രം എടുത്തിട്ട് സ്കന്ദൻ നേരെ പ്രയോഗിച്ചു. ആ വജ്രം സ്കന്ദൻ്റെ വയറിൻ്റെ വലതു ഭാഗത്തായിട്ട് തുളഞ്ഞു കയറി. അവിടെ വലിയൊരു മുറിവുണ്ടായി. ആ മുറിവിൽ നിന്നും തേജസ്വരൂപിയായിട്ടുള്ള പടച്ചട്ടകളൊക്കെ ധരിച്ച വേലോട് കൂടിയിട്ടുള്ള വലിയൊരു യോദ്ധാവ് പുറത്തേക്ക് വന്നു. ആ യുവാവ് വിശാഖൻ എന്നുള്ള പേരിൽ അവൻ പ്രസിദ്ധനായി. വജ്രം പ്രവേശിച്ചത് മൂലമുണ്ടായവൻ എന്നാണ് വിശാഖൻ എന്നുള്ള വാക്കിൻ്റെ അർത്ഥമെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആ വിശാഖനോടൊപ്പം അനേകം കുമാരന്മാരും ഈ സ്കന്ദൻ്റെ ശരീരത്തിൽ നിന്നും ഉണ്ടാവാൻ വേണ്ടിയിട്ട് തുടങ്ങി. തൻ്റെ വജ്രവും സ്കന്ദനെ ഏശുന്നില്ല എന്ന് മനസ്സിലാക്കി ഇന്ദ്രൻ തന്നെ സൈന്യസമേതം ചെന്നിട്ട് സ്കന്ദൻ്റെ അടുത്ത് ചെന്നിട്ട് അഭയം പ്രാപിച്ചു.
തൻ്റെ അടുത്ത് അഭയം പ്രാപിച്ചു വന്ന ഇന്ദ്രഭഗവാന് സ്കന്ദൻ അഭയം കൊടുത്തു. ഷഷ്ടി ദിവസത്തിലാണ് ഈ യുദ്ധം നടന്നത്. അതായത് സ്കന്ദഭഗവാൻ ജനിച്ചത് 6 ദിവസം കഴിഞ്ഞപ്പോഴാണ്, 6ാമത്തെ ദിവസമാണ് ഈ ഇന്ദ്രനുമായിട്ടുള്ള യുദ്ധം നടക്കുകയും ഇന്ദ്രൻ സ്കന്ദന് മുമ്പിൽ കീഴടങ്ങുകയും ചെയ്തത്. അപ്പം ആ ദേവസേനാനിയായിട്ടുള്ള സ്കന്ദൻ ദേവേന്ദ്രനേക്കാളും ശക്തനാണെന്ന് കാണിക്കാൻ വേണ്ടി ആവണം ഒരുപക്ഷെ ഇവിടെ വ്യാസഭഗവാൻ ഇങ്ങനെയൊരു കഥ ഉണ്ടാക്കിയെടുത്തത്. അങ്ങനെ ദേവേന്ദ്രൻ ചെന്നിട്ട് സ്കന്ദനോട് അപേക്ഷിച്ചു, അങ്ങ് ഞങ്ങളെക്കഴിഞ്ഞും ഒരുപാട് ശക്തനാണ്, അങ്ങനെയാണ് ദേവന്മാരുടെ അധിപതിയായിരിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും യോഗ്യനായിട്ടുള്ള വ്യക്തി, അതുകൊണ്ട് അങ്ങ് തന്നെ ദേവേന്ദ്രനായിട്ട് മാറണം, ഞാൻ എൻ്റെ സ്ഥാനത്ത് നിന്ന് മാറാം എന്ന് പറഞ്ഞ് അപേക്ഷിക്കാൻ വേണ്ടി തുടങ്ങി. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ സ്കന്ദൻ വളരെ സന്തോഷത്തോടു കൂടിയിട്ടും വാത്സല്യത്തോടു കൂടിയിട്ടും കൂടി ഇന്ദ്രഭഗവാനോട് പറഞ്ഞു, അങ്ങ് തന്നെയാണ് ദേവന്മാരുടെ രാജാവായിട്ട് ഇരിക്കേണ്ട ആൾ, ഞാൻ അങ്ങയുടെ സഹായത്തിനായിട്ട് എന്നും ഉണ്ടാവും, അങ്ങയുടെ സേനാധിപതിയായിട്ട് ഞാൻ എന്നും ഉണ്ടാവും, അങ്ങയുടെ സേനാധിപതിയായിട്ട് ഇരിക്കുക എന്നുള്ളതാണ് എൻ്റെ കർമ്മം, അങ്ങയെ സംരക്ഷിക്കുക എന്നുള്ളതാണ് എൻ്റെ കർമ്മം, അതുകൊണ്ട് അങ്ങ് ദേവേന്ദ്രനായിട്ട് തുടർന്നോളൂ എന്ന് പറഞ്ഞിട്ട് ദേവേന്ദ്രനെ സ്കന്ദൻ അനുഗ്രഹിക്കുകയാണുണ്ടായത്. ഈ സ്കന്ദനെ മഹാദേവസൈന്യത്തിൻ്റെ സൈന്യാധിപനായിട്ട് വാഴിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. അതിനുള്ള പട്ടാഭിഷേകം അവർ നടത്തി, വലിയ ഒരു ചടങ്ങാണ് നടത്തിയത്. ആ ചടങ്ങിൽ ശിവന്റെ അധ്യക്ഷം വഹിച്ചിരുന്നു. ശിവനാണ് സ്കന്ദന് തലയിൽ കിരീടം വെച്ചു കൊടുത്തത്. അങ്ങനെ ലോകത്തിലുള്ള മുഴുവൻ ദേവതമാരും ഋഷിമാരും പങ്കെടുത്ത ചടങ്ങിൽ സ്കന്ദൻ ദേവസൈന്യാധിപനായിട്ട് മാറി. ബ്രാഹ്മണർ സ്കന്ദൻ്റെ ജന്മത്തെക്കുറിച്ചിട്ട് വേറൊരു കഥ കൂടി പറയുന്നുണ്ട്. സ്വാഹ കൊണ്ടുവന്ന് വെച്ച ശുക്ലം രേതസ് അത് അവിടെ ഒരു ശ്വേതപർവ്വതമായിട്ട് മാറുകയാണുണ്ടായത്. ആ ശ്വേതപർവ്വതത്തിലേക്ക് രുദ്രൻ, അതായത് ഭഗവാൻ പരമശിവൻ തൻ്റെ തേജസ്സിനെ അതിലേക്ക് ആവാഹിച്ചു. അങ്ങനെ തേജസ്സിലേക്ക് ആവാഹിച്ചതുകൊണ്ട് രുദ്രൻ്റെ പുത്രനായിട്ട് അല്ലെങ്കിൽ ശിവന്റെ പുത്രനായിട്ടും കൂടി സ്കന്ദൻ അറിയപ്പെടുന്നുണ്ടെന്നാണ്. അപ്പോൾ സ്കന്ദൻ്റെ മാതാക്കളായിട്ട് സ്വാഹയും പാർവതീദേവിയും അതോടൊപ്പം തന്നെ 6 ഋഷിപത്നിമാരും അറിയപ്പെടുന്നുണ്ട്. സ്കന്ദൻ്റെ പിതാക്കളായിട്ട് രുദ്രഭഗവാനും അഗ്നിയും അറിയപ്പെടുന്നു. അതായത് അഗ്നിയിലേക്ക് ശിവഭഗവാന്റെ ചൈതന്യം ആവാഹിക്കപ്പെട്ടതാണ് സ്കന്ദഭഗവാന്റെ അച്ഛൻ എന്നുള്ളതാണ് വിപ്രന്മാർ പറയുന്ന കഥ എന്നാണ് വ്യാസഭഗവാൻ ഇവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അമ്മമാരായിട്ട് സ്വാഹയെയും 6 ഋഷിപത്നിമാരെയും അതിനോടൊപ്പം തന്നെ പാർവതീദേവിക്കും ഒക്കെ പുത്രനായിട്ടാണ് സ്കന്ദൻ അറിയപ്പെടുന്നത്. ദേവസൈന്യാധിപനായിട്ട് സ്കന്ദനെ അഭിഷേകം ചെയ്തു കഴിഞ്ഞപ്പോൾ താൻ അഭയം കൊടുത്ത ദേവസേന എന്ന് പറയുന്ന ദേവസ്ത്രീയെക്കുറിച്ചിട്ട് ഇന്ദ്രൻ ഓർത്തു. അങ്ങനെ ദേവസേനയെ വിളിച്ചുകൊണ്ട് വരികയും അന്ന് വാക്കുകൊടുത്തിരുന്നതാണ് ഏറ്റവും ശക്തനായിട്ടുള്ള ഒരാളെ ഭർത്താവായിട്ട് കൊടുക്കാവുന്നത്. അപ്പോൾ അതിന് ഏറ്റവും അനുരൂപനായിട്ട് അദ്ദേഹം കണ്ടത് സ്കന്ദനെയാണ്. അങ്ങനെ സ്കന്ദനും ദേവസേനയുമായിട്ടുള്ള ഒരു വിവാഹം ഇന്ദ്രൻ്റെ നേതൃത്വത്തിൽ ദേവകളെല്ലാം കൂടി ചേർന്നിട്ട് നടത്തി കൊടുക്കുകയാണ് ഉണ്ടായത്. ഇതും പുതിയതായിട്ട് ഞാൻ അറിയുന്ന ഒരു അറിവാണ്. സ്കന്ദൻ്റെ ഭാര്യയായിട്ട് ദേവസേന എന്നും പറഞ്ഞുകൊണ്ടൊരു ദേവത ഉള്ള കാര്യം. വ്യാസഭഗവാൻ പറയുന്നത് വിപ്രന്മാർ ഇവളെ ലക്ഷ്മി എന്നും സുഖപ്രദയെന്നും സിനിവാലി, കുഹു, അപരാജിത തുടങ്ങിയ പേരുകളിലൊക്കെ ഈ ദേവസേനയെ പുകഴ്ത്തുന്നുണ്ടെന്നാണ്. അപ്പോൾ ഇത് പല ശക്തികളെല്ലാം കൂടി ചേർന്നതാണ് ദേവസേന എന്ന് പറയുന്ന ഒരു സ്ത്രീ എന്ന് വേണം നമ്മൾ ഇതിൽ നിന്നും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. തന്നെയല്ല അത് പ്രജാപതിയുടെ പുത്രിയാണെന്നുള്ള കാര്യം ആദ്യമേ തന്നെ പറയുന്നുണ്ടായിരുന്നു. ഇന്ദ്രൻ്റെ പാതി സഹോദരിയായിട്ട് വരുന്നവളാണ് ഈ ദേവസേന. ദേവസേനയ്ക്ക് സേനാപതി ഭർത്താവായിട്ട് വന്നു കഴിഞ്ഞപ്പോൾ സാക്ഷാൽ ലക്ഷ്മി ദേവി തന്നെ ആ ദേവസേനയിലേക്ക് ആവേശിക്കുകയുണ്ടായി എന്നാണ്. ശക്തനായിട്ടുള്ള ഗുഹനിൽ പഞ്ചമിയിലാണ് ശ്രീ എന്ന മഹാലക്ഷ്മി വന്ന് ചേരുന്നത്. അതുകൊണ്ട് അത് ശ്രീ പഞ്ചമി എന്നുള്ള പേരിൽ ആ തിഥി പ്രശസ്തമാകാൻ വേണ്ടിയിട്ട് തുടങ്ങി. അതോടൊപ്പം തന്നെ ദേവേന്ദ്രനെ യുദ്ധത്തിൽ ജയിച്ച തിഥി ഷഷ്ടി എന്നുള്ള പേരിലും പ്രശസ്തമായിട്ട് അറിയപ്പെടാൻ വേണ്ടിയിട്ട് തുടങ്ങി. ഇത് രണ്ടും സ്കന്ദൻ ഏറ്റവും വിശേഷപ്പെട്ട ദിവസങ്ങളായിട്ട് കണക്കാക്കപ്പെടുന്നു. വജ്രായുധം ഏറ്റുകഴിഞ്ഞപ്പോൾ സ്കന്ദനിൽ നിന്നുണ്ടായിട്ടുള്ള കുമാരന്മാരും കുമാരിമാരും അവർ ലോകത്തിലെ മനുഷ്യരുടെ കുട്ടികളുണ്ടായി കഴിയുമ്പം ഗർഭകാലം മുതൽ 16 വയസ്സ് വരെ ബാലപീഡകൾ നടത്തുന്നത് ഈ ദേവതകളാണെന്നാണ് പറയപ്പെടുന്നത്. ഗർഭം അലസാൻ വേണ്ടിയിട്ടും കാരണക്കാരാകുന്നത് ഈ കുമാരന്മാരാണെന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് ഗർഭവതി അയക്കുമ്പോൾ മുതൽ സ്കന്ദനെ ശരിയായിട്ടുള്ള രീതിയിൽ പ്രീതിപ്പെടുത്തി കഴിഞ്ഞാൽ ഈ ദേവതകൾ പ്രീതിപ്പെടുകയും കുട്ടികളെ ബാലാരിഷ്ടതകളിൽ നിന്നും രക്ഷിക്കാൻ വേണ്ടിയിട്ട് സ്കന്ദൻ പ്രീതനാവുകയും ചെയ്യും. അങ്ങനെ പ്രതികൂലമായിട്ട് നിൽക്കേണ്ട ആ കുമാരന്മാരൊക്കെ സ്കന്ദനെ പ്രീതിപ്പെടുത്തി കഴിഞ്ഞാൽ അവർ ഈ ബാലന്മാർക്കും ബാലികൾക്കും ഒക്കെ വളരെ അനുഗ്രഹം ചൊരിയുന്ന ഒരു ദേവതകളായിട്ട് മാറും എന്ന് ഇവിടെ പറയുന്നുണ്ട്. അവർ സ്കന്ദൻ്റെ നിർദ്ദേശപ്രകാരം തന്നെയാണ് അവരുടെ കർത്തവ്യമായിട്ട് ബാലാരിഷ്ടതകൾ എന്നുള്ള രീതിയിൽ കുമാരന്മാർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുള്ള ഒരു പരിഹാരം എന്നുള്ള നിലയിൽ തന്നെയാണ്
സ്കന്ദനെ ആരാണോ ഉപാസിക്കുന്നത് അവരുടെ കുട്ടികൾ അല്ലെങ്കിൽ ആ കുട്ടികൾക്ക് ബാലാരിഷ്ടതകളിൽ നിന്നൊക്കെയുള്ള മോക്ഷം ലഭിക്കും, ഗർഭത്തിന് സംരക്ഷണം ഉണ്ടാകും എന്നൊക്കെയാണ് വ്യാസഭഗവാൻ ഇവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. സ്കന്ദഭഗവാന്റെ ഇതുവരെ കേൾക്കാത്ത പല രീതിയിലുള്ള കഥകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇത് വ്യാസ ഭാരതത്തിൽ പറഞ്ഞു വെച്ചിട്ടുള്ള കഥകളാണ്. ഇനിയും ഒരു വീഡിയോയും കൂടി ഈ സ്കന്ദൻ്റെ പുരാണം അല്ലെങ്കിൽ സ്കന്ദൻ്റെ കഥകൾ തുടരുന്നുണ്ട്. അപ്പോൾ ഇതുവരെ ക്ഷമയോട് കൂടിയിട്ട് കേട്ട നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ ഭാഗത്തു നിന്നുള്ള വലിയൊരു നന്ദി അറിയിക്കുകയാണ്. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള വലിയൊരു നമസ്കാരം.